ഹലോ ഡിയേഴ്സ്, നമ്മുടെ സ്പ്രിംഗ് വേ യൂസർ ആപ്പിൽ ഒരുപാട് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് അപ്ഡേഷൻസ്? അതായത് ID ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തുള്ള അപ്ഡേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ആക്ടിവേഷൻ സമയത്തും ഒരുപാട് അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ചായിട്ട് ദിവസങ്ങളായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് അപ്ഡേഷൻസ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു പുതിയ അപ്ഡേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് ID ക്രിയേഷൻ ചെയ്യുന്ന സമയത്തുള്ള പുതിയ അപ്ഡേഷൻസ് എന്തൊക്കെയാണ് എന്നാണ്. അപ്പോൾ നമ്മൾ ID നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഒരാളെ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സൈറ്റ് ഓപ്പൺ ആയ ഹോം പേജിൽ ലാസ്റ്റായിട്ട് റെഫറൽ ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ടച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലിങ്ക് നമുക്ക് എന്ത് ചെയ്യും, സീൻ ചെയ്ത് കാണും. അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നിൽക്കാം. അപ്പോൾ ഓപ്പൺ എന്നുള്ള ഓപ്ഷൻ വരും. അതിൽ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് രജിസ്റ്റർ ഫോം ഓപ്പൺ ആകും. ഇതിൽ സെലക്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് പ്രൊഡക്റ്റ് ആൻഡ് വെർച്വൽ മാൾ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷനാണ് കാണുക. അതിൽ പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് വാങ്ങിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ID ക്രിയേഷൻ നടത്തുന്നത്. ഓക്കെ, അതിൽ വെർച്വൽ മാൾ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മന്തിലായിട്ട് വരാനിരിക്കുന്ന നമ്മളൊരു ബിഗ് പ്രൊജക്റ്റാണ് ഈ വെർച്വൽ മാൾ എന്നുള്ളത്. അപ്പോൾ നമ്മൾ വെർച്വൽ മാൾ ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ആ വെർച്വൽ മാളിലെ സ്റ്റോറിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനും സെല്ല് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. അത് നമുക്ക് വരാനിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പ്രൊഡക്റ്റാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റെഫറൽ ID ഓൾറെഡി അവിടെ ഉണ്ടാകും. പിന്നീട് നമ്മൾ സ്പോൺസർ ID കൊടുക്കുക. സ്പോൺസർ ID കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, പേര് കൊടുക്കണം. ഓക്കെ, മൊബൈൽ നമ്പർ, നേരത്തെ നമുക്ക് മൊബൈൽ നമ്പർ നമ്മളുടെ ഇന്ത്യൻ നമ്പർ മാത്രമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇൻ്റർനാഷണൽ നമ്പറുകൾ കൊടുക്കാൻ നമുക്ക് സാധിക്കില്ലായിരുന്നു. ബട്ട് നമുക്കിപ്പോൾ ഇൻ്റർനാഷണൽ നമ്പറുകളും ഇതിലേക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അതായത് 10 അക്ക നമ്പർ മാത്രമല്ല, നമ്മുടെ കോഡോട് കൂടിയിട്ട് ഇൻ്റർനാഷണൽ നമ്പറുകൾ കൊടുക്കാൻ പറ്റുന്ന സിസ്റ്റത്തിലാണ് ഇപ്പോൾ നമ്മുടെ രജിസ്റ്റർ ചെയ്യുന്ന ഫോം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ നമ്പറുകളും കൊടുക്കാൻ വേണ്ടി പറ്റും. സെയിം നമ്പർ തന്നെ കൊടുക്കാം. അതായത് അതിൻ്റെ കോഡൊന്നും ഒഴിവാക്കാതെ കംപ്ലീറ്റ് ഫുൾ നമ്പർ തന്നെ കൊടുത്തുകൊണ്ട് നമുക്ക് ID ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ പിൻ കോഡ് സെലക്ട് ചെയ്യുക. പിന്നീട് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ പാസ്വേഡ് സെലക്ട് ചെയ്യുക. പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് നിങ്ങൾക്ക് ഏത് പാസ്വേഡ് വേണമെങ്കിലും കൊടുക്കാം. പിന്നീട് അത് ചേഞ്ച് ചെയ്യാനും സാധിക്കും. ഓക്കെ, നമ്മളിപ്പോൾ കോമൺ ആയിട്ടൊരു പാസ്വേഡ് കൊടുക്കുന്നു. ഇതെല്ലാം നമ്മൾ കറക്റ്റാണോ കൊടുത്ത് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓക്കെ, അതിൽ ഫോൺ നമ്പർ അതുപോലെ തന്നെ പേര് എല്ലാം കറക്റ്റാണോ എന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക.